നമസ്കാരം. ഒരില അഥവാ ഓരില ഇത് ഒരു ആയുർവേദ ഔഷധ സസ്യമാണ്. ആയുർവേദത്തിൽ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു. ദശമൂലത്തിലെ ചേരുവകളിൽ ഒരു പ്രധാന ഘടകമാണ് ഈ ഓരില. റോഡ് വക്കിലും കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളിലുമൊക്കെ ഇത് കൂട്ടമായി വളർന്നു നിൽക്കുന്നത് കാണാം. മിക്കവാറും ചിലർക്കൊന്നും ഇതൊരു ഔഷധ ചെടിയാണെന്ന് അറിയില്ല. അപ്പോൾ വളരെ ഔഷധ പ്രാധാന്യമുള്ള പല രോഗങ്ങൾക്കും ഔഷധമായിട്ടുള്ള ഈ ഒരിലയെ പറ്റിയുള്ള കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള അറിവിലേക്ക് പോകാം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആയുർവേദ ഔഷധ സസ്യത്തെ പറ്റിയാണ്. ഒരില അല്ലെങ്കിൽ ഓരില എന്നൊക്കെ പറയും. ഈ സസ്യത്തെ ഈ പേരിൽ അറിയപ്പെടാൻ കാരണം ഇതിൻ്റെ ഇലകൾ ഇടവിട്ട് ഒന്ന് മാത്രം കാണുന്നത് കൊണ്ടാണ് ഇതിന് ഓരില എന്ന പേര് വന്നത്. ആയുർവേദത്തിൽ വളരെ പ്രാധാന്യമുള്ള ഔഷധമായിട്ട് ഇത് ഉപയോഗിക്കുന്നു. ഈ ഒരില അല്ലെങ്കിൽ ഓരില ഔഷധ സസ്യത്തിൻ്റെ വേര് ദശമൂലത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രധാന ഘടകമാണ്. ഇതിനു മുമ്പേ ഞാൻ ഓരില താമര എന്ന ഒരു ഔഷധ സസ്യത്തെ പറ്റി ചെയ്തിരുന്നു. അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് വേറെ ഒരു സസ്യ കുടുംബത്തിൽപ്പെട്ട സസ്യമാണ്. എന്നാൽ ഞാൻ ഇന്നിവിടെ പറയുന്നത് മറ്റൊരു സസ്യത്തെ പറ്റിയാണ്. അതായത് ഒരില എന്ന പേരുള്ള ഒരു സസ്യത്തിന്. ഇതിനെ ഓരില എന്നും വിളിക്കാറുണ്ട്. പല രോഗങ്ങൾക്കും ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു. അസ്ഥിഭംഗം, ഹൃദ്രോഗം, ശരീരവേദന, രക്താർശസ്, വായുമുട്ടൽ, ജ്വരം, രക്താതിസാരം, തണ്ണീർദാഹം, ഛർദി, ചുമ, വാതരോഗം, വ്രണം തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു. മാത്രമല്ല കരളിൻ്റെ ആരോഗ്യത്തിനും ഇത് ഉത്തമമായ ഒരു ഔഷധമാണ്. ഹൃദയ സംബന്ധമായ ചികിത്സയ്ക്ക് സാധാരണയായി ഓരിലയുടെ ഔഷധപ്രയോഗം വളരെ പ്രശസ്തമാണ്. ഈ സസ്യം ഫാബേസി അതായത് പാപ്പിലിയോനേസി സസ്യകുടുംബത്തിൽപ്പെട്ടതും ഇതിൻ്റെ ശാസ്ത്രനാമം ഡെസ്മോഡിയം ഗാഡ്ജറ്റിക്കം എന്നുമാണ്. സംസ്കൃതത്തിൽ ഇതിനെ ശാലപർണി, ഗൃഹാസ്ഥിര, പ്രതക്പർണി എന്നും തമിഴിൽ പുള്ളടി, ഒരില എന്നുമൊക്കെ പറയുന്നു. ഇംഗ്ലീഷിൽ ഇതിൻ്റെ ശാസ്ത്രനാമത്തോട് ബന്ധപ്പെടുത്തി ഡെസ്മോഡിയം എന്ന് വിളിക്കുന്നു. ഭാവപ്രകാശത്തിൽ ഈ സസ്യത്തിന് ഒരു 40ഓളം പര്യായങ്ങൾ പറയുന്നുണ്ട്. അതായത് ഒരിലയ്ക്ക് ബലമുള്ളത് എന്നുള്ള അർത്ഥത്തിൽ സ്ഥിര എന്നും, ഇതിൻ്റെ പൂക്കൾ ഉണ്ടാകുന്ന തണ്ടിന് കുറുക്കൻ്റെ വാലിനോട് സാമീപ്യമുള്ളതിനാൽ ക്രോസ്റ്റു പുച്ഛക എന്നും, ഇതിൻ്റെ വേരുകൾ ആഴത്തിൽ പോകുന്നതിനാൽ ധവനി എന്നും, വരകളും പാടുകളും ഇതിൻ്റെ ഇലകൾക്കുള്ളതുകൊണ്ട് ചിത്രപർണി എന്നും അങ്ങനെ തുടങ്ങി 40ഓളം പര്യായങ്ങൾ ഈ സസ്യത്തെപ്പറ്റി വിവരിക്കുന്നു. ഈ സസ്യത്തിൻ്റെ കൂടുതൽ പ്രത്യേകതകൾ നോക്കാം. ഇതൊരു കുറ്റിച്ചെടിയാണ്. ഇതിൽ പുഷ്പങ്ങളുണ്ടാകുന്നു. പൂക്കൾ വയലറ്റോ വെള്ളയോ പിങ്ക് നിറത്തിലോ ഉള്ളതാണ്. ഈ സസ്യത്തിൻ്റെ വേരാണ് ഏറ്റവും ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗം. ഇന്ത്യയിൽ എല്ലായിടത്തും ഈ സസ്യത്തെ കാണപ്പെടുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ ഇവിടുത്തെ സാധാരണ പരിസ്ഥിതിയിലൊക്കെ ഇത് വളരുന്നു. വഴിയോരങ്ങളിലും കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളിലും പൊതുസ്ഥലങ്ങളിലുമൊക്കെ ഇത് വളർന്നു നിൽക്കുന്നത് കാണാം. എന്നാൽ പലർക്കും ഇതൊരു ഔഷധ സസ്യമാണെന്ന് അറിയില്ല. ഇതൊരു പാഴ്ചെടിയാണെന്നേ തോന്നുകയുള്ളൂ. ഇനി ഈ സസ്യത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ, ഔഷധ പ്രയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ വേരാണ് ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗം. എന്നാൽ എല്ലായ്പ്പോഴും ഇതിൻ്റെ വേരിന് ഔഷധ ഗുണം കാണില്ല. ഇതിൻ്റെ വിളവെടുപ്പ് സമയങ്ങളോടനുബന്ധിച്ച് പാകമായിട്ടുള്ള സസ്യത്തിൻ്റെ വേരുകൾക്ക് മാത്രമേ ഔഷധ ഗുണം കാണുകയുള്ളൂ. അസ്ഥിഭംഗത്തിന് ഓരിലയുടെ വേരിൻ്റെ ചൂർണം മാംസരസത്തിൽ ചേർത്ത് ദിവസവും കഴിക്കുന്നത് വളരെ ഫലപ്രദമാണ്. ഈ ഓരില ഹൃദയപേശികളെ ശക്തിപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആയുർവേദ ഔഷധ സസ്യം. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഓരിലയും ജീരകവും സമമായി എടുത്ത് കഷായം വെച്ച് പതിവായി കഴിച്ചാൽ ഹൃദ്രോഗം ഉണ്ടാകുന്നതിനെ തടുക്കുന്നു. ദാഹശമനിയുടെ കൂടെ ഇതിൻ്റെ ഇലയും പറിച്ചിട്ട് തിളപ്പിച്ച വെള്ളം പതിവായി കുടിച്ചാൽ ഹൃദ്രോഗത്തെ ഒരു പരിധിവരെ തടുക്കാനാവും.
അതുപോലെ ശരീരവേദനയ്ക്കും ഹൃദ്രോഗത്തിനും ഓരില വേര് ചേർത്ത് കഷായമുണ്ടാക്കി ദിവസവും കഴിക്കുന്നത് നല്ല ഫലം ചെയ്യും. ഓരിലയുടെ കഷായമുണ്ടാക്കി കഴിക്കുന്നത് രക്താർശസ്സിന് ശമനമുണ്ടാക്കും. ഇതിൽ അടങ്ങിയിരിക്കുന്ന ആരോഗ്യ ഘടകങ്ങൾ, രാസഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഈ ഓരില അതായത് ഡെസ്മോഡിയം ഗഗറ്റിക്കം വിവിധ ബയോ ആക്റ്റീവ് സംയുക്തങ്ങളാൽ സമ്പന്നമായ ഒരു ഔഷധ സസ്യമാണ്. ഓരിലയുടെ വേരിൽ മഞ്ഞ നിറത്തിലുള്ള റെസിൻ, ആൽക്കലോയിഡ്, എണ്ണ എന്നിവ അടങ്ങിയിരിക്കുന്നു. ഇതിൽ ആൽക്കലോയിഡായ 5-മെത്തേക്സി എൻ ഡൈമീത്തൈൽ ട്രിപ്റ്റമൈൻ, NP-മീത്തൈൽ, H4 ഹർമാൻ, കാർബോളീനിയം കറ്റേഷൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങൾക്ക് പേരുകേട്ട ഫ്ലവനോയിഡുകളായ കെംഫറോൾ, കർസെറ്റിൻ എന്നിവ ഇതിൽ അടങ്ങിയിരിക്കുന്നു. അതുപോലെ വീക്കവും വേദനയും കുറയ്ക്കാൻ സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളായ ഗാംഗറ്റിനിൻ എന്നിവ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ അടങ്ങിയിട്ടുള്ള സ്റ്റിറോയിഡിൻ്റെ അംശം ഈ സസ്യത്തിൻ്റെ ചികിത്സാ മികവിനെ ശക്തി കൂട്ടുന്നു. ഇതിൻ്റെ വേരിലും തണ്ടിലും ഗ്ലൈക്കോസൈഡിൻ്റെ സാന്നിധ്യമുണ്ട്. ഈ സസ്യത്തിൻ്റെ ആൻറ്റി ഓക്സിഡൻ്റ് പ്രവർത്തനങ്ങൾക്ക് ശക്തി നൽകുന്ന ഫിനോളുകളാൽ സമ്പന്നമായ ഫിനോളിക് ഡെറിവേറ്റീവുകൾ ഈ സസ്യത്തിൽ അടങ്ങിയിരിക്കുന്നു. ഇതിൽ ടർപ്പനോയിഡ് അടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങൾക്ക് പേരുകേട്ട ടാനിനുകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഹൃദയ ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്ന കാർഡിയോ പ്രൊട്ടക്റ്റീവ് ഇഫക്റ്റുകൾ ഇവയ്ക്ക് ഉണ്ട്. ഇതിൻ്റെ ഹെപ്പറ്റോ പ്രൊട്ടക്റ്റീവ് പ്രവർത്തനം കരളിനെ കേടുപാടുകളിൽ നിന്നും സംരക്ഷിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ സസ്യത്തിൻ്റെ ആൻറ്റി മൈക്രോബയൽ, ആൻറ്റി ഫംഗൽ എഫക്റ്റുകൾ മുറിവ്, വ്രണം എന്നിവ ഉണക്കാനായിട്ട് സഹായിക്കുന്നു. അങ്ങനെ വളരെയധികം ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് സഹായമാകുന്ന ഒരു ഔഷധ സസ്യമാണ് ഈ ഒരില. ദശമൂലത്തിലെ ചേരുവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഔഷധ സസ്യം. ഇനി ഈ ഔഷധ സസ്യം എവിടെയൊക്കെയാണ് വളരുന്നത്, ഇതിൻ്റെ കൃഷി രീതികൾ എങ്ങനെയാണ് എന്നൊക്കെ നോക്കാം. ഉഷ്ണമേഖലാ രാജ്യങ്ങളിൽ ഈ സസ്യം പരക്കെ കാണപ്പെടുന്നു. ഇന്ത്യ, പശ്ചിമാഫ്രിക്ക, ഏഷ്യ, തെക്കേ അമേരിക്ക എന്നിവിടങ്ങളിൽ ഇത് കാണുന്നു. കേരളത്തിൻ്റെ ചിലയിടങ്ങളിൽ റോഡ് വക്കിലും വഴിയിറമ്പിലും കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങളിലുമൊക്കെ ഇത് വളരുന്നു. ഇത് കണ്ടാൽ ഒരു പാഴ്ചെടിയാണെന്ന് പലർക്കും തോന്നും. ഒരു പ്രധാനപ്പെട്ട ഔഷധ സസ്യമാണെന്ന് പലർക്കും അറിയില്ല. ഇതിൽ പൂക്കളും വിത്തുകളും ഉണ്ടാകുന്നു. ഇതിൻ്റെ വിത്ത് വീണ് കിളിർത്താണ് പുതിയ തൈകൾ ഉണ്ടാകുന്നത്. അല്ലാതെ ഇതിൻ്റെ കമ്പ് മുറിച്ചു കൊണ്ടുവന്ന് വെച്ചാൽ ഇത് കിളിർക്കില്ല. ഇതിൽ ധാരാളം വിത്തുകൾ ഉണ്ടാകുന്നു. ഈ വിത്തുകൾ പൊഴിഞ്ഞു വീഴുന്നിടത്തു നിന്നും ഇത് വീണ്ടും കിളിർത്തു വരുന്നു. വളരെ ഔഷധ പ്രാധാന്യമുള്ള ഒരു സസ്യമാണിത്. വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ വളരെ പ്രതിഫലം ലഭിക്കുന്ന ഒരു ഔഷധ സസ്യമാണ്. ഇതിൻ്റെ വിത്ത് പാകി മുളപ്പിച്ച് നമുക്ക് തൈകൾ ഉണ്ടാക്കാം. മെയ്, ജൂൺ മാസങ്ങളിൽ കിളച്ചൊരുക്കിയ സ്ഥലത്ത് ഹെക്ടറിന് 5 ടൺ നിരക്കിൽ ചാണകപ്പൊടി ചേർത്തതിന് ശേഷം ഇതിൻ്റെ വിത്തുകൾ വിതയ്ക്കാം. കിളിർത്ത് 2 മാസം കഴിയുമ്പോൾ കളയെടുത്ത് ഒരിക്കൽ കൂടി ജൈവവളം ചേർക്കാം. ഒക്ടോബർ കഴിയുന്നതോടെ ഇതിൻ്റെ കായ്കൾ പാകമാകും. ഇതോടൊപ്പം ഇതിൻ്റെ വേരും ശേഖരിക്കാവുന്നതാണ്. റബ്ബർ തോട്ടങ്ങളിൽ ഇടവിളയായും ഇത് കൃഷി ചെയ്യാവുന്നതാണ്. ഔഷധ നിർമ്മാണ മേഖലയിലും മറ്റ് ചികിത്സാ മേഖലയിലും ഇതിന് ധാരാളം വരുമാനം ലഭിക്കുന്ന ഒന്നാണ്. ഇന്ത്യയിൽ എല്ലായിടത്തും കാണുന്ന ഒരു ഔഷധ സസ്യമാണ് ഇത്. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഒരിലയെ പറ്റി പറയാനുള്ളത്. ഇനിയും ഞാൻ മറ്റൊരു ഔഷധ സസ്യമായി കടന്നു വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.